ഹായ്, ഞാൻ വന്നേക്ക് ഞങ്ങൾ കുഞ്ഞുമാടെ വീട്ടിൽ പോയപ്പോൾ ചെറിയ വിശേഷങ്ങളായിട്ടാട്ടോ. അവിടെ നല്ല ചാമ്പയും മാവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാപ്പയാണെങ്കിൽ ഫ്രണ്ട്സിനും ഉണ്ടാകാൻ വേണ്ടി കുറച്ച് പറിച്ചായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ചടിച്ച് മാറ്റി. എനിക്കിതൊക്കെ കണ്ട ഒരു കൺട്രോളില്ലാന്നേ. എന്നിട്ട് ചാമ്പയ്ക്കയും മാങ്ങയും കുറച്ച് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു പിടിച്ചു. എൻ്റെ ഒപ്പം കൂട്ടീന് ബബ്ലുവും കുഞ്ഞുമ്മയും അൽഫീച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചാമ്പയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ തോന്നാത്ത ആരാളല്ലേ ഉള്ളത്. എനിക്കാണെങ്കിൽ ഉപ്പും മുളകും ഭ്രാന്ത് കുറച്ച് കൂടുതലുമാണ്. ബബലുവിനാണെങ്കിൽ ഞങ്ങളിങ്ങനെ കാണിക്കുന്ന കണ്ടിട്ട് ഒരു രക്ഷയില്ല. അവനിതിൽ കൈയിട്ടൊക്കെ വരാൻ വരുന്നുണ്ടായിരുന്നു. കുറച്ച് സ്പൈസി ആയിരുന്നു ബബലുവിന് ഞങ്ങൾ കൊടുത്തില്ലായിരുന്നു കേട്ടോ. അവൻ കുറേ അധികം ശ്രമിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പാത്രമൊക്കെ നീങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നെ നൈസായിട്ട് ഞങ്ങൾ കുറച്ച് പഴുത്ത മാങ്ങ കട്ട് ചെയ്തെടുത്ത് അവന് കൊടുത്തായിരുന്നു. ബബലു പിന്നെ അതിൽ സെറ്റായിരുന്നു കേട്ടോ. അവനത് കഴിക്കണ കൂടാണ്ട് അവൻ്റെ പാവേനെ അവൻ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. ബബ്ലുവിൻ്റെ പാവയും മാങ്ങയൊക്കെ ആയിട്ട് കുറച്ച് നേരം യുദ്ധത്തിലായിരുന്നു. മാങ്ങ കഴിച്ചതിന് ശേഷം ഞാനും ബബ്ലു റീലൊക്കെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം അവർ വൈകിട്ടായപ്പോൾ ഞാനും കുഞ്ഞുമ്മയും ബബ്ലുവും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ടോ സ്ഥലമൊക്കെ, നിറയെ വയലും ഒക്കെ ആയിട്ട്. ബബ്ലുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അതിൽ കൂടെ നടക്കാനൊക്കെ. വയലിൻ്റെ നടുവിലുള്ള ഈ റോട്ടിൽ കൂടെ നടക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് സൺസെറ്റൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയായിരുന്നു. കുഞ്ഞുമ്മയാണെങ്കിൽ അവരുടെ നാട്ടിലെ കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ബബ്ലുവിനോട് സൂര്യൻ എവിടെയാ ചോദിച്ചപ്പോൾ അവൻ ലൈറ്റ് എന്നും പറഞ്ഞാട്ടോ സൂര്യനെ കാണിച്ചു തരുന്നുണ്ടായേ. അതിനുശേഷം നമ്മൾ കുഞ്ഞുമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. ബബ്ലുവിനാണെങ്കിൽ ഇച്ചിരി പൂച്ചപ്രാന്ത് കൂടുതലുള്ളതുകൊണ്ട് അവിടെ ഒരു പൂച്ചയായിട്ടായിരുന്നു കളി. കുറേ നേരം ആ പൂച്ചയുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് അയൽവക്കക്കാരൊക്കെ വന്ന് നമ്മൾ അവിടെ നിന്ന് കുശലം പറച്ചിലൊക്കെ ആയിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു രാത്രിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. ബബ്ലുവിന് പ്ലെയിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ബബ്ലു ആദ്യമായിട്ടാട്ടോ ഇത്ര അടുത്ത് ട്രെയിനും പ്ലെയിനും ഒക്കെ കാണുന്നത്. അവൻ ട്രെയിനിലുള്ളവർക്കൊക്കെ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇച്ചുവിൻ്റെ തോളിലിരുന്നായിരുന്നു കേട്ടോ ബബ്ലു കാഴ്ചകൾ മൊത്തം കണ്ടിരുന്നത്. ബബ്ലു പ്ലെയിനിന് ടാറ്റയൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പമായിരുന്നു കേട്ടോ ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. പ്ലെയിനിൻ്റെ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും ഞാൻ അപ്പോൾ ഓടിയെത്തുമായിരുന്നു ടാറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേ പ്ലെയിൻ പോകുന്നത് കണ്ടിരുന്നെങ്കിലും ഒരൊറ്റ ലാൻഡിങ് പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നില്ല. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ നമ്മളവിടെ നിന്ന് പോകുന്നത്. നമ്മൾ 2 വണ്ടിക്കാട്ടോ പോയത്. ഞാനും ഇച്ചും ഒരു വണ്ടിയുമേയും കുഞ്ഞുമ്മ അൽഫിയും വേറൊരു വണ്ടിയുമേയും അങ്ങനെയാട്ടോ നമ്മൾ പോയിരുന്നത്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോണത്. അത്താണിയിലുള്ള കവാലി ലോഞ്ചിലോട്ടാട്ടോ നമ്മൾ പോയിരുന്നത്. ഈ അടുത്താട്ടോ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. ന്യൂ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബബ്ലു ആണെങ്കിൽ ഇച്ചുവിൻ്റെ പിന്നാലെയും കൂടി. അവനാണെങ്കിൽ ആകെ വാശിയായിരുന്നു. ടിഷ്യൂ പേപ്പറും സോൾട്ടിൻ്റെ ബോട്ടിലൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാനും അൽഫിയും വാഷ്റൂമിൽ പോയി കൈയായിട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ മിററിൻ്റെ ഫ്രണ്ടിൽ സ്റ്റക്കായിപ്പോയി. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബബ്ലുവിൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ടോ. കുറച്ച് നേരം ആളുടെ കാറൊക്കെ വെച്ച് കളിച്ചിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞാണെങ്കിലോ പ്ലേറ്റൊക്കെ പറക്കാൻ തുടങ്ങി തോന്നണം. ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സൊക്കെ ഏത് വഴിക്ക് പോയെന്ന് പോലും കണ്ടില്ലായിരുന്നു. അവിടെ എല്ലാം ഗ്ലാസ് പ്ലേറ്റ് ആയിരുന്നതുകൊണ്ട് ബബ്ലുവിന് പ്രത്യേകം പ്ലേറ്റ് വരെ നമ്മൾ ചോദിക്കേണ്ടി വന്നായിരുന്നു കേട്ടോ. നമ്മൾ അൽഫാം മന്തിയാണേ വാങ്ങിച്ചിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് തന്നെ തിരിച്ചിട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.